എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തും ഇടയനവൻ. ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി തൻ തഴുകിടും. സ്വർഗസിയോനിൽ നാഥനെ കാൺമദീന എൻ്റെ ആത്മാവു ദാഹിച്ചു കാത്തിരിപ്പു. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 12 വേർഡ്സ് 16. അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു. അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. And he entreated Abram well for her sake, and he had sheep and oxen and he asses and menservant and maidservant and she asses and camels. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക്. But the most shocking truth is this: Almighty God yearns to be your friend. In Eden, we see God's ideal relationship with us. Adam and Eve enjoyed an intimate friendship with God. There were no rituals, ceremonies, or religion, just a simple loving relationship between God and the people He created. He unhindered by guilt or fear. Adam and Eve delighted in God and He delighted in them. We were made to live in God's continual presence. But after the fall, that ideal relationship was lost. Only a few people in Old Testament times had the privilege of friendship with God. Moses and Abraham were called friends of God. David was called a man after God's own heart, and Job, Enoch and Noah had intimate friendships with God. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 11 വേർഡ്സ് 31 ആൻഡ് 12 വേർഡ്സ് 1. സദൃശ്യം 11-31, 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും. നീതിമാനും ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം. Behold, the righteous shall be recompensed in the earth much more the wicked and the sinner. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. Whoso loveth instruction loveth knowledge, but he that hateth reproof is brutish. Fourth session, Matthew or Mathai. Matthew
ചാപ്റ്റർ 5 വേർഡ്സ് 5 and 6. മാത്യു 5:5-6. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. Blessed are the meek, for they shall inherit the earth. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. Blessed are they which do hunger and thirst after righteousness, for they shall be filled. 5th session. പിന്തിരിയുകയില്ല. ലൂക്കോസ് 9:57-62 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചവർ അനേകരായിരുന്നു. എന്നാൽ അത് അത്ര എളുപ്പമല്ലെന്ന് യേശു അവരോടൊക്കെ പറയാറുണ്ടായിരുന്നു. അത് കേട്ട് പലരും തിരികെ പോയിട്ടുമുണ്ട്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും കൂടെ നടന്നു പോകവേ ഒരു മനുഷ്യൻ അവനോട് പറഞ്ഞു, അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാൻ അങ്ങയെ അനുഗമിക്കും. യേശു അയാളോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യനായി തീർന്നവനോ വിശ്രമിക്കുവാൻ ഒരിടമില്ല. മറ്റൊരാളോട് അവൻ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. എന്നാൽ അയാൾ പറഞ്ഞു, ഗുരു, എൻ്റെ പിതാവിൻ്റെ മരണം വരെ ഞാൻ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. പിതാവിനെ അടക്കിയതിന് ശേഷം ഞാൻ അങ്ങയെ അനുഗമിക്കാം. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ ഭാരപ്പെടാതെ ഇരിക്കുക, ആ കാര്യം ദൈവം നോക്കിക്കൊള്ളൂ. നീ പോയി ദൈവത്തെയും അവൻ്റെ വഴികളെയും മനുഷ്യരോട് അറിയിക്കുക. മറ്റൊരാൾ പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം. എന്നാൽ ഞാൻ പോയി എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര ചോദിച്ചിട്ട് വരട്ടെ. യേശു അയാളോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ തുടങ്ങിയിട്ട് പിന്മാറിപ്പോകുന്നവനെ ദൈവം ഉപയോഗിക്കുകയില്ല. നമുക്ക് ഉള്ളടക്കം നോക്കാം. പറഞ്ഞ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഫസ്റ്റ് സെഷൻ. ഉൽപ്പത്തി ഓർ ജനസിസ്. സാറായുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഹി എൻട്രീറ്റഡ് അബ്രഹാം വെൽ ഫോർ ഹെർ sake, and he had sheep and oxen and he asses and men servants and maid servants and she asses and camels. സെക്കൻഡ് സെഷൻ. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് നമുക്ക് ഉള്ളടക്കം എഴുതിയിരിക്കുകയാണ്. Adam and Eve enjoyed an intimate friendship with God. There were no ritual ceremonies or religions, just a simple loving relationship between God and people He created. അതിൻ്റെ തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം. Behold, the righteous shall be recompensed in the earth, much more the wicked and the sinner. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. Whoso loveth instruction loveth knowledge, but he that hateth reproof is brutish. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ഓർ മത്തായി. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്നും അവർ ഭൂമി അവകാശമാക്കുമെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. Blessed are the meek, for they shall inherit the earth. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. Blessed are they which do hunger and thirst after righteousness, for they shall be filled. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.